ഇത് ബീഹാറിൽ മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിയുന്നു എന്നുള്ള വാർത്തയാണ്. 143 സ്ഥാനാർത്ഥികളുടെ പട്ടിക RJD പുറത്തുവിട്ടു. കോൺഗ്രസ് 53 സീറ്റുകളിൽ മത്സരിക്കും. കോൺഗ്രസ് PCC അധ്യക്ഷൻ രാജേഷ് കുമാറിനെതിരെ RJD സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. മുഖ്യമന്ത്രി മോഹം ഇപ്പോൾ ഇല്ല എന്ന നിലപാടിലേക്ക് LJP അധ്യക്ഷൻ ചിരാഗ് പാസ്വാനും മാറിയിട്ടുണ്ട്. സജു തോമസ് ഉണ്ട് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ. സജു, ഗുഡ് ആഫ്റ്റർനൂൺ. വലിയൊരു പ്രതിസന്ധി ആയിരുന്നു മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടത്. ആ പ്രതിസന്ധി പരിഹരിച്ചു കഴിഞ്ഞു സീറ്റ് വിഭജനത്തിലൂടെ. എന്താണ് ദേശീയ തലത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ? തീർച്ചയായിട്ടും എന്തായാലും ബീഹാറിലെ മഹാസഖ്യത്തിലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും 143 ഇടങ്ങളിലാണ് RJD മത്സരിക്കുക. RJD പട്ടിക ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസമാണ്. ഒന്നാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഇന്ന്. അതോടൊപ്പം തന്നെ രണ്ടാം ഘട്ടത്തിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ അവസാന ദിവസമാണ്. ഈ ദിവസമാണ് RJDയും കോൺഗ്രസും തമ്മിലുള്ള പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ച് സീറ്റ് വിഭജനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെ 6 സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ച് 52 ഇടങ്ങളിലേക്ക് കോൺഗ്രസ് മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ച് പട്ടിക പുറത്തിറക്കിയത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് RJDയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാസഖ്യത്തിലെ പ്രതിസന്ധി ഒഴിഞ്ഞു തന്നെ വേണം പറയാം. പക്ഷേ ചില സീറ്റുകൾ, ഏകദേശം 9 സീറ്റുകളിലാണ് RJDയും കോൺഗ്രസും പരസ്പരം മത്സരിക്കാൻ വേണ്ടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത്. പക്ഷേ ആ സീറ്റുകൾ ഉടൻ തന്നെ പത്രിക പിൻവലിക്കും, സമവായത്തിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതു പാർട്ടികളുമായി അതോടൊപ്പം തന്നെ VIP-യുമായിട്ടുമൊക്കെയുള്ള പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ചിരുന്നു. ഇപ്പോൾ ആശ്വാസകരമായി മുൻപോട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിൽ കാണുന്നത്. പ്രധാനമന്ത്രി വ്യാഴാഴ്ചയാണ് റാലികൾക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. 12 റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. എന്തായാലും NDAയുടെ പ്രചാരണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് താരപ്രചാരകരെയൊക്കെയും രംഗത്തിറക്കി വലിയ പ്രചാരണ കോലാഹലങ്ങളായിട്ടാണ് NDA മുന്നണി മുൻപോട്ട് നീക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ബീഹാറിൽ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ വിവിധ പാർട്ടികളുമായിട്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച് ചിരാഗ് പാസ്വാൻ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്നുള്ള ആവശ്യം അദ്ദേഹം മുൻപോട്ട് വെച്ചിരുന്നു. അദ്ദേഹത്തിന് മത്സരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം സംസ്ഥാനത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ നിരസിച്ചുകൊണ്ട് ഇന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയുണ്ടായി. 4 വർഷത്തിന് ശേഷമായിരിക്കും അദ്ദേഹം സംസ്ഥാനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹം ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി ഇപ്പോൾ അദ്ദേഹം എന്തായാലും പോരാടുകയാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും BJPയും മഹാസഖ്യവും ഒരുപോലെ തന്നെ മുൻപോട്ട് പോവുകയാണ്. BJPയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ച് വളരെ വേഗത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിച്ച് പ്രചാരണ രംഗത്ത് മുന്നേറാൻ ആയി എന്നുള്ളതാണ്. പക്ഷേ അവസാന സമയം ആയപ്പോഴത്തേക്കാണ് മഹാസഖ്യത്തിലെ പ്രതിസന്ധികളൊക്കെയും ഒഴിഞ്ഞ് അവർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണ മുഖം തുറക്കാൻ വേണ്ടി ആയിരിക്കുന്നത്. എന്തായാലും ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. ബീഹാറിൽ ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് അവശേഷിക്കുന്നത് 16 ദിവസങ്ങൾ മാത്രമാണ്. നവംബർ 6-ാം തീയതിയാണ് വോട്ടെടുപ്പ് ദിവസം. അതിന് മുന്നോടിയായിട്ട് എല്ലാ ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും പ്രചാരണം ശക്തമാക്കി മുന്നേറാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യവും ഒപ്പം തന്നെ NDA മുന്നണി. ഒപ്പം തന്നെ സജു, വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അവിടെ LJPയിലൊക്കെ അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പുറത്തു വന്നു. ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് ബീഹാർ പോകാനുള്ളത്. അപ്പോൾ ഏത് തലത്തിലുള്ള പ്രചാരണമാണ് ഇപ്പോൾ ഈ മുന്നണികളൊക്കെ ആരംഭിച്ചിരിക്കുന്നത്? പ്രചാരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിട്ടുണ്ടോ? അത് എന്തായാലും NDAയുടെ ഭാഗത്തുനിന്ന് പ്രചാരണം കൊഴുപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രചാരണ തന്ത്രങ്ങളാണ്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയുള്ള റാലികളും പ്രചാരണ പരിപാടികളുമാണ് NDA മുന്നണി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏകദേശം 40 പേർ ഉൾപ്പെടുന്ന വലിയ താരപ്രചാരകരും ഈ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി ബീഹാറിലേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇന്ത്യ മുന്നണിയുടെ പ്രതിസന്ധികളൊക്കെയും പരിഹരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ മുഖം തുറക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണിയും. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവ്, അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ മറ്റ് മുഖ്യമന്ത്രിമാർ, മറ്റ് ദേശീയ നേതാക്കളുമൊക്കെയും അണിനിർത്തിക്കൊണ്ടുള്ള റാലികൾക്കാണ് ഇന്ത്യ സഖ്യം കോപ്പ് കൂട്ടുന്നത്. എന്തായാലും ഇനിയിപ്പോൾ 2 ആഴ്ചകൾ ഇല്ല. എന്തായാലും ഇനിയിപ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് അടുക്കാൻ വേണ്ടി, അതായത് നവംബർ 6-നും നവംബർ 11-നുമാണ് ബീഹാറിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് എല്ലാ ഇടങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന്, പ്രത്യേകിച്ച് താഴേക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വോട്ടർമാരിലേക്ക് ബീഹാർ അധികാര യാത്രയും വോട്ടർ അധികാര യാത്രയും
വോട്ടുകൊള്ള ആരോപണമൊക്കെ കൃത്യമായിട്ട് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ മഹാഗഠബന്ധൻ വലിയ ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ സീറ്റ് വിഭജനത്തിൽ ചെറിയ പ്രതിസന്ധി അവരുടെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കുറച്ച് നീളാൻ ഇടയായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ആത്മവിശ്വാസം തന്നെയാണ് അവർ മുൻപോട്ട് വെക്കുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറുകയാണ്. പ്രതിസന്ധികളൊക്കെ പരിഹരിച്ച് വളരെ വേഗത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ മുന്നേറാൻ തന്നെയാണ് ഒരുങ്ങുന്നത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളെ സംസ്ഥാനത്ത് അണിനിരത്തിക്കൊണ്ടുള്ള പ്രചാരണ തന്ത്രങ്ങളാണ് ഇന്ത്യ മുന്നണിയും മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ആയി കഴിഞ്ഞു. എന്തായാലും ആർ ജെ ഡിയുടെ മുഖമായിട്ട് അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അല്ലെങ്കിൽ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടുന്നതിൽ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഈ ഘട്ടത്തിലെത്തുമ്പോൾ പരിഹരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. 52 സീറ്റുകളിൽ കോൺഗ്രസ് ഒതുങ്ങിയത് 2020 തെരഞ്ഞെടുപ്പിൽ 70 സീറ്റുകൾ മത്സരിച്ചെങ്കിലും 19 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. 144 സീറ്റുകൾ മത്സരിച്ച ആർ ജെ ഡിക്ക് 75 സീറ്റുകളിലാണ് വിജയിക്കാനായത്. എന്നാലും ആ പ്രതിസന്ധികളും പോരായ്മകളും ഒക്കെയും പരിഹരിച്ചുകൊണ്ട് ഇത്തവണ 20 വർഷമായി തുടർന്ന നിതീഷ് കുമാർ സർക്കാരിന്റെ ഭരണം 2 പതിറ്റാണ്ടുകൾ നീണ്ട അഴിമതി ഭരണം അവസാനിപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യവുമായിട്ടാണ് മഹാസഖ്യം മുന്നേറുന്നത്. ജനകീയ പ്രഖ്യാപനങ്ങളാണ് NDA സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അക്കൗണ്ടിലൊക്കെയും പണം നൽകുന്ന ഒരു പദ്ധതി തന്നെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 10 മാസത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 7 തവണയാണ് ബീഹാർ സന്ദർശിച്ചത്. ഇനിയിപ്പോൾ 4 തവണ കൂടി അദ്ദേഹം സന്ദർശിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മക്കാന കൃഷി അല്ലെങ്കിൽ മക്കാന കർഷകർക്ക് വേണ്ടിയുള്ള മക്കാന ബോർഡ് സ്ഥാപിക്കുക, അത്തരത്തിൽ വലിയ രീതിയിൽ ജനകീയമായിട്ടുള്ള പ്രഖ്യാപനങ്ങളൊക്കെയും NDA മുന്നണി നടത്തുമ്പോൾ അതിനെ കവച്ചു വെക്കുന്ന രീതിയിലേക്കുള്ള ജനകീയ പ്രഖ്യാപനങ്ങൾ, പ്രത്യേകിച്ച് ഓരോ വീട്ടിലോരോ സർക്കാർ ജോലിക്കാർ എന്നുള്ള ആശയമാണ് RJD മുൻപോട്ട് വെച്ചിരിക്കുന്നത്, തേജസ്വി യാദവ് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളും സർക്കാർ ജോലിക്കാരെ ഞാൻ ഉറപ്പുവരുത്തുന്ന പ്രഖ്യാപനം RJD നടത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജൻസ്വരാജ് പാർട്ടിയുടെ ഉദയം അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഈ മുന്നോക്ക മേഖലകൾ മാത്രമല്ല പിന്നാക്ക വിഭാഗങ്ങളെ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചാരണ തന്ത്രമാണ് പ്രശാന്ത് കിഷോറും മുൻപോട്ട് വെക്കുന്നത്. അതിനെയൊക്കെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുമുള്ള ഓട്ടത്തിലാണ് ഇരു മുന്നണികൾ.